നല്ല തെളിഞ്ഞ കാലാവസ്ഥയും നല്ല തെളിഞ്ഞ അന്തരീക്ഷവും ഒക്കെയാണ്. പക്ഷേ ബസ്സിനുള്ളിലെല്ലാം അല്പം ടെൻഷൻ്റെ ചൂടുണ്ട് കേട്ടോ. അതായത് നമ്മളിന്ന് പോകുന്നത് ഷഹദാഗിലേക്കാണ്. ബാക്കുവിൽ നിന്ന് 1.5 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഷഹദാഗിൽ മഞ്ഞ് കാണാൻ സാധിക്കുമെന്നാണ്. പക്ഷേ അവിടെ ചെന്നിട്ട് കിലുക്കത്തിൽ രേവതി പറഞ്ഞ ഡയലോഗ് പോലെ മഞ്ഞ് എന്നൊക്കെയാണ് ആലോചന. കാരണം ഈ ദിവസത്തെ യാത്ര മുഴുവനും ഇന്ന് ഷഹദാഗിലേക്ക് തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. തമാശയായിട്ട് നമ്മൾ പറയാറുണ്ട് കേട്ടോ, യാത്രയ്ക്ക് മുമ്പ് കവടി നിർത്തിയിട്ടൊന്ന് ഇറങ്ങണമെന്ന്. കാരണം യാത്രയ്ക്കുണ്ട് ഭാഗ്യ നിർഭാഗ്യങ്ങൾ. ശരിക്കും ചിലപ്പോൾ നമ്മൾ കാലെടുത്ത് വെക്കുമ്പോഴായിരിക്കും ക്ലോസിങ് ടൈം. ചിലപ്പോൾ അതുപോലെ ചില രാജ്യത്ത് അപ്പോഴായിരിക്കും സീസൺ മാറുന്നത്. നമ്മൾ കാണാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കാണാൻ പറ്റാതെ വരും. അതേപോലെ ചില ഭാഗ്യങ്ങളും ചിലപ്പോൾ അറിയാതെ വരും. നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും അനുഭവങ്ങളും ഒക്കെ വരാറുണ്ട്. ചിലപ്പോൾ ചുരുക്കത്തിൽ സേഫായിട്ട് പോയി തിരിച്ചു വരിക എന്നുള്ളത്, അസുഖങ്ങളൊന്നും പിടിക്കാതെ വരിക എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെ കാണുന്ന ഈ പർവ്വതം 3 കളറിൽ കാണുമെന്നാണ് ഗൈഡ് പറഞ്ഞത്. അതുപോലെ നമ്മുടെ ലൈഫിലും കളറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഇവിടെ ചൂട് കബാബും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ന്യൂട്രലി ഒന്ന് അന്വേഷിക്കുകയൂടെ ചെയ്യുകയാണ്. മഞ്ഞിൻ്റെ വല്ല അവസ്ഥയുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുകയാണ്. കാരണം ഏകദേശം എത്താറായി. അപ്പോഴും നമുക്ക് മഞ്ഞിൻ്റെ ഒരു ലാഞ്ചന പോലും എങ്ങും കാണുന്നില്ല. അപ്പോഴാണ് അറിയുന്നത് നമ്മൾ പോകുന്നതിൻ്റെ തലേന്ന് തൊട്ട് അവിടെ മഞ്ഞ് വീണ് തുടങ്ങിയത്രേ. അപ്പോൾ ഏതായാലും ഈ യാത്രയിൽ ഭാഗ്യദേവത നമ്മളെ കടാക്ഷിച്ചു, അതിൽ തർക്കമില്ല. കേട്ടത് ശരിയാണോ എന്ന് എല്ലാവരും ചുറ്റും പരതിക്കൊണ്ടിരുന്നു. ഹെയർ പിൻ വളവുകളെല്ലാം കടന്ന് നല്ല മനോഹരമായ ഭൂപ്രദേശത്തിലൂടായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കുട്ടികളൊക്കെ മഞ്ഞ് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കരമായി സന്തോഷിക്കാൻ തുടങ്ങി. എന്താ പറയുക, മഞ്ഞ് ഒരു പ്രത്യേക സൗന്ദര്യമാണല്ലേ, ഒരു അഭൗമമായ സൗന്ദര്യം. ഒരു ഹെവൻലി ഫീലിംഗ് കിട്ടണമെങ്കിൽ മഞ്ഞിലൂടെ പോകുമ്പോഴാണ് നമുക്കത് നാച്ചുറലായിട്ട് കിട്ടുന്നത് അല്ലേ. മേഘങ്ങളും മഞ്ഞും. മഞ്ഞില്ലാതെ എന്ത് ഷഹദാഗ്. കാരണം ഷഹദാഗിൽ 3 അട്രാക്ഷൻസാണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്ന് മഞ്ഞ്, പിന്നെ റോളർ കോസ്റ്റർ, പിന്നെ സ്കൈലൈൻ. അപ്പോൾ 3ലും നമുക്ക് കയറാൻ വിശേഷങ്ങൾ കാണാം. മഞ്ഞിൻ്റെ ലോകം മറ്റൊരു ലോകമാണ്. ക്രിസ്മസ് ട്രീയും മഞ്ഞും ഒക്കെ കണ്ടു തുടങ്ങി. ടെൻഷനുകളെല്ലാം ഈ വെളുത്ത ലോകത്തിൽ അലിയിച്ച് കളഞ്ഞ് എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. ക്രിസ്മസ് ട്രീയും മഞ്ഞുമൊക്കെ കാണുമ്പോൾ കുട്ടിക്കാലത്ത് ക്രിസ്മസിനെ കുറിച്ചുള്ള ആ സങ്കല്പ ലോകത്തിലേക്ക് മനസ്സ് ഉള്ളിയിടും. ശരിക്കും അപ്പോൾ ക്രിസ്മസ് സമയത്ത് ഇവിടെ എന്ത് ഭംഗിയായിരിക്കും. നിറയെ മഞ്ഞ് മൂടിയിട്ട് മഞ്ഞ് മാത്രമാവും അല്ലേ. ഇതാണ് ഷഹദാഗിലെ മെയിൻ അട്രാക്ഷൻ സെൻറ്റർ. ഇവിടെ നിന്നാണ് നമ്മൾ പല വഴിക്കായിട്ട് പിരിയുന്നത്. അങ്ങനെ ഷഹദാഗിലെത്തിയപ്പോൾ ഭാനുക്കുട്ടനൊരു മുട്ടനാടിൻ്റെ സ്വഭാവം ആവേശിച്ചു. എന്നെ ഇടിച്ചു തെറിപ്പിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. മഴയില്ലല്ലോ എന്ന് ചിലർ ആശ്വാസം കൊള്ളുന്നുണ്ട്, വെയിലില്ലല്ലോ എന്ന് മറ്റു ചിലരും. എന്തായാലും നമുക്കിനി റോളർ കോസ്റ്ററിലേക്ക് കയറാം. ഇവിടുന്നാണ് റോളർ കോസ്റ്ററിലേക്ക് പോകുന്ന വഴി. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് റോളർ കോസ്റ്ററിലേക്ക് പോകാൻ. നമ്മുടെ മുന്നിൽ പുതിയൊരു പ്രശ്നം വന്നിരിക്കുന്നു. കാരണം 2 പേർക്ക് ടിക്കറ്റ് കയറാൻ പറ്റൂ. ഭാനുക്കുട്ടൻ തൽക്കാലം മാറി നിൽക്കണം. നമ്മൾ തന്നെ ഓടിക്കണമെന്ന് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. കുത്തനെയുള്ള കയറ്റത്തിലും ഇറക്കത്തിലും മോള് തെറിച്ചു പോവോ എന്നൊക്കെയുള്ള ആശങ്കയുള്ളതുകൊണ്ട് മാറി നിന്നതും ഒരാശ്വാസമായി കണ്ടു. എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇനി അടുത്ത ടേണിൽ മോളെ കയറ്റാമെന്ന് വിചാരിച്ചു. ആദ്യം കയറിയപ്പോൾ ഇതൊക്കെ എന്തെന്ന് തോന്നി. മാനുവലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ കയറ്റം മാത്രമേ ഉള്ളൂ, പക്ഷേ എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടല്ലോ. അപ്പോൾ ഈ തോന്നലെല്ലാം ഈ ഒരു സ്റ്റോപ്പ് വരെയാണ് നമുക്ക് തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ ദൈവങ്ങളെയും ഒരുമിച്ച് വിളിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു. പക്ഷേ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരുന്നു സമ്മാനിച്ചത്. അത്രയേറെ മനോഹരമായിരുന്നു, വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കാത്തത്ര മനോഹരം. ചില സമയങ്ങളിൽ പേടിയുടെ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാകും, അതേസമയം വിസ്മയ കാഴ്ചകളിലെ കൗതുകം. അത്യധികം ലാഘവത്തോടെ പക്ഷേ ഈ യാത്രയെ കാണരുത്, അതിൻ്റേതായ റിസ്ക് ഉണ്ട്. സ്റ്റോപ്പിന് തൊട്ടു മുമ്പ് ബ്രേക്ക് അമിതമായി ചവിട്ടി കുടുങ്ങിപ്പോയൊരു സംഘത്തെ കാണാം. ഒടുവിൽ ഗാർഡ് പോയി തള്ളി ഉന്തി കൊണ്ടുവരേണ്ടി വന്നു. അവിടുത്തെ ഗാർഡ് തള്ളിക്കൊണ്ടുവരുന്നത് എല്ലാവരിലും ചിരി പടർത്തി. നീണ്ട കരഘോഷത്തോടെയും ആർപ്പുവിളികളോടെയാണ് അവരെ എല്ലാവരും സ്വീകരിച്ചത്. അതിനിടയിൽ ചെറുതല്ലാത്തൊരു ചമ്മലും അവർക്കുണ്ടായി. എങ്കിലും സേഫായി തിരിച്ചു വന്നതിൻ്റെ ആശ്വാസവും അതിനോടൊപ്പം തന്നെ കാണായിരുന്നു. അതിനു പുറകിൽ മാനുക്കുട്ടനും എത്തി. അങ്ങനെ യാത്ര
ഒരു മറക്കാനാവാത്ത അനുഭവമായി എല്ലാവർക്കും. തുടക്കം ഗംഭീരമായി. ഇനി അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇനി അടുത്ത ലക്ഷ്യം സ്കൈലൈനാണ്. അങ്ങോട്ടേക്കാണ് എല്ലാവരും. മഞ്ഞിന് മുകളിലൂടെ പറന്ന് മഞ്ഞിലേക്ക് ഉളിയിടാനുള്ള ഒരു യാത്രയാണിത്. നല്ല തണുപ്പിൽ കാൽ മരവിച്ചുകൊണ്ടുള്ള യാത്ര. ആകാശത്ത് തൂക്കിയിട്ട കാലുകളിൽ ആദ്യമുണ്ടായിരുന്ന പരിഭ്രമം പതിയെ പതിയെ മാറി തുടങ്ങി. പിന്നീട് ചുറ്റുമുള്ള മഞ്ഞിൻ്റെ കാഴ്ചകളിലേക്ക് മാത്രമായി ശ്രദ്ധ. സ്റ്റേഷനടുത്ത് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ചാടിയൂടെയുള്ള ഇറക്കവും കയറ്റവും മാത്രമാണ് ആകെയുള്ള ഒരു ബുദ്ധിമുട്ട്. മുഴുവൻ വെള്ള പുതച്ചില്ലെങ്കിലും പച്ചയും വെള്ളയും കലർന്ന് മിശ്രിതമായിട്ട് ഭൂമി ഇങ്ങനെ കിടക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു. വഴിക്ക് വീഴാതെ ശ്രദ്ധിച്ചാണ് എല്ലാവരും നടക്കുന്നത്. ഗായക സംഘം ദൂരെ പുതുവെള്ളയുമല്ലേ പാട്ട് പാടുന്നുണ്ടായിരുന്നു. മഞ്ഞിലെ കളികളാണ് മഞ്ഞ് കാണുമ്പോഴുള്ള ഏറ്റവും മികച്ചത്. മഞ്ഞ് മനുഷ്യനെ ഉണ്ടാക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ എല്ലാവരും തിടുക്കപ്പെടുന്നുണ്ടായിരുന്നു. അച്ഛ എൻ്റെ അമ്മ എന്തിനാ ഇത്?